ഞാൻ ഇന്നത്തെ പറയാൻ ഉദ്ദേശിക്കുന്നറിയോ, ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കമ്മലുകൾ. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ കുറച്ച് കമ്മലുകൾ വാങ്ങി. കമ്മലുകൾ വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഞാൻ വലിയ എപ്പോഴും കമ്മലിട്ട് നടക്കുന്ന ആളാണ്, ഞാൻ അങ്ങനത്തെ നടക്കുന്ന ആളുമല്ല. പക്ഷേ എനിക്കിങ്ങനെ കമ്മലുകൾ കാണുമ്പോൾ എന്തോ ഇനി വാങ്ങാൻ തോന്നും. പക്ഷേ ഇടുമെന്ന് ചോദിച്ചാൽ ഇടുകയില്ല. ഇടും എപ്പോഴാണ് വല്ലപ്പോഴും വല്ല കല്യാണത്തിനോ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ ഒരു മാത്രമേ ഞാൻ ഇങ്ങനത്തെ നീളമുള്ള കമ്മൽ ഇടാറുള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിയ കുറച്ച് കമ്മലിൻ്റെ വെറുതെ ഒന്ന് കാണിക്കാനൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ ആദ്യം വാങ്ങിയ കമ്മൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആ കമ്മൽ. ഇത് ഇങ്ങനത്തെ ഒരു പറയാം, എന്താ പറയുക, ഇങ്ങനത്തെ ഒരു കുണുക്ക് പോലത്തെ, യെസ് അതാണ് കറക്റ്റ്, കുണുക്ക് പോലത്തെ കമ്മൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാൻ കമ്മൽ വാങ്ങുന്ന ആളൊന്നുമല്ല, പക്ഷേ കാണുമ്പോൾ ഇങ്ങനെ ഒരു പ്രാന്ത, അപ്പോൾ സമയത്ത് ഓരോന്ന് വാങ്ങും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ആദ്യത്തെ കുണുക്ക് കാണും. പക്ഷേ എനിക്ക് രസമുണ്ട് കേട്ടോ, എന്തൊരു ഭംഗി എനിക്ക് തോന്നുന്നു ഇട്ട് കഴിഞ്ഞപ്പോൾ. ചെറുതാണ്, എന്നാൽ നമ്പടി വലുതുമല്ല നമ്പടി ചെറുതുമല്ല, അത്യാവശ്യം കാതിനൊരു ഓളം തോന്നിക്കുന്നൊരു കമ്മലാന്ന് തോന്നി. ഇതൊക്കെ ഫാഷൻ ഔട്ട് ആയ സാധനങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിപ്പോൾ ഫാഷനായി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വെറുതെ കാണിക്കുന്നത്. ഓക്കെ ഇനി അടുത്ത് കമ്മൽ കാണിക്കാം. ഇതാ അത് കുണുക്കാണെങ്കിൽ ഇതൊരു ഉണ്ട പോലത്തെ ഒരു കമ്മൽ. ഇത് എന്തോ ഒരു ഭംഗി, എനിക്ക് കടയിൽ കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗി. ഇതിന് 40 രൂപ കേട്ടോ. ഇതിന് 30 രൂപ, ഇതിന് 40 രൂപ. ഇനി ഒരു ജിമിക്കി കമ്മൽ വേണം, കുറേ കാലം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ജിമിക്കി കമ്മൽ വാങ്ങി വരുത്, ചെറുതാട്ടോ, ഒരു മീഡിയം ടൈപ്പ് ഉള്ളൂ, ഇവിടെ വലുതൊന്നുമല്ല, അങ്ങനത്തെ ഒരു കമ്മൽ കേട്ടാ. പിന്നെയുണ്ടല്ലോ വലിയൊരു കമ്മൽ വാങ്ങി, എന്നെ സംബന്ധിച്ച് വലിയ കമ്മൽ കേട്ടോ. ഞാൻ 10-90 രൂപ കൊടുത്തു. ആ ജിമിക്കി കമ്മൽ 30 രൂപ ഉള്ളൂ കേട്ടോ. ഇതിന് ഞാൻ 10-90 രൂപ കൊടുത്തു. ഇതെന്തിനാ വാങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നാലും കാണുമ്പോൾ ഒരു വലിയ കമ്മൽ വേണമെന്നൊരാഗ്രഹം, എന്തെങ്കിലും തോന്നി ഇടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ആ വെള്ള ഇതിനകത്ത് അത്ര ഒരു അഡ്ജസ്റ്റബിൾ, പിന്നെ എനിക്ക് ഇതിൻ്റെ ഇത്രയും പരപ്പം വേണ്ടാന്ന് തോന്നി, ഭയങ്കര പരന്നൊരു കമ്മൽ. അപ്പോൾ അങ്ങനെ ഞാൻ ഈയിടെ പോയിട്ട് 1 2 3 4 കമ്മൽ വാങ്ങി. ഇനി പിന്നെ എന്നാ ഈ കമ്മലൊക്കെ വാങ്ങി വെച്ചിട്ട് ഇടുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാനൊരു ചെറിയൊരു സ്വർണ്ണത്തിൻ്റെ സ്റ്റഡാണ് എപ്പോഴും ഇടുന്നത്. ഇതൊക്കെ ഇടണമെങ്കിൽ നമ്മൾ സ്വർണ്ണത്തിൻ്റെ കമ്മൽ ഊരണം, അത് സൂക്ഷിച്ച് വെക്കണം, ഇത് ഇടണം. ഇതിട്ട് കുറേയൊക്കെ കഴിയുമ്പോൾ കാത് വേദനിക്കാൻ തുടങ്ങും. ഞാൻ സാധാരണ കല്യാണത്തിനൊക്കെ പോയാൽ ഒരു കല്യാണത്തിൻ്റെ ഒക്കെ മെയിൻ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഊരി എവിടെയെങ്കിലും വെക്കും. എന്നിട്ട് കമ്മലില്ലാണ്ട് നടക്കുന്ന ഒരുപാട് സന്ദർഭം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ടാസ്ക്കാണ് ഇതൊക്കെ ഇട്ട് നടക്കാമെന്ന് പറഞ്ഞാൽ, എന്നാലും ഇങ്ങനെ കാണുമ്പോൾ ആഗ്രഹം. പിന്നെ വല്ലപ്പോഴൊക്കെ ഇടും, അതിൻ്റെ ഇത് കേട്ടോ. ഇത് ഇങ്ങനെ സ്ഥിരം ഇട്ട് പോകുന്നവരൊക്കെ സമ്മതിക്കണം. എൻ്റെ അമ്മ, എന്തായാലും ഇതൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്തായാലും അവരൊക്കെ ഞാൻ സമ്മതിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇതിട്ടുകൂടെ കാണിക്കാം കേട്ടോ. ഈ കമ്മലും ഈ കാഴ്ച കമ്മൽ മാത്രമല്ല, വേറെയും കുറേ ഇല്ല, നമുക്ക് കുറച്ച് കമ്മലുകൾ എനിക്കുണ്ട്. അതൊക്കെയാണ് ഞാൻ അത്യാവശ്യം കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഇട്ട് സെറ്റാക്കുക. ഒരുപാട് എല്ലാം ഒരു കമ്മൽ വാങ്ങും. ഈ പച്ച ചുവപ്പ് അങ്ങനത്തെ മൂത്തുള്ള കല്ലുള്ള കമ്മലുകളില്ലേ, അത് പിന്നെ എല്ലാത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ് ചെയ്യും, അതൊക്കെ തന്നെ. പിന്നെയുണ്ട് എല്ലാത്തിനും ഈ കമ്മൽ വാങ്ങി മാറി ഇടുക എന്നാണ് പറയുന്നത് വലിയ ചടങ്ങ്. എന്താണ്